സംസ്ഥാനത്തെ 9 ജില്ലകളിൽ അടുത്ത 5 ദിവസം ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളും വെച്ചിരുന്നു. അലക്സ്, അപ്പോൾ അടുത്ത 5 ദിവസം എന്ന് പറയുമ്പോൾ 39 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ ഡിഗ്രി സെൽഷ്യസ് വെച്ചിങ്ങനെ ചൂട് മേപ്പോട്ടേക്ക് തന്നെയാണ്. അലക്സ്, ഹാഷ്മേത, ഇതെന്തൊരു ചൂടാണെന്ന് തലയിൽ കൈവച്ച് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങൾ, അടുത്ത ഞായറാഴ്ച വരെ കൊടും ചൂട് സംസ്ഥാനത്തുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 9 ജില്ലകളിൽ ഈ ചൂട് വർദ്ധിച്ച്, അതായത് ഉയർന്ന താപനിലയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതിൽ പാലക്കാട്, കൊല്ലം ജില്ലകൾ ചുട്ടുപൊള്ളും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ 2 ജില്ലകളിലും, പാലക്കാട്ടും കൊല്ലത്തും, ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂരിൽ അത് 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്താണെങ്കിലും ചുട്ടുപൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഏവരും പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഒന്നാമത്, ഈ ഉയർന്ന ചൂട് സൂര്യാഘാതവും സൂര്യാതപത്തിനും അതുപോലെ നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പും അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കണം, ധാരാളം വെള്ളം കയ്യിൽ കരുതണം, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം, പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. തൊഴിൽ സമയം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ ഈ പുറത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെ അവരെ ജോലിക്കായി എത്തിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. മറ്റൊന്ന്, തീപിടുത്തത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ വേനൽ ഇങ്ങനെ കത്തുന്ന പശ്ചാത്തലത്തിൽ. അത് ഈ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത പുലർത്തണം. കാരണം കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിലും ഒപ്പം അത്തരം ഇടങ്ങളിലുമൊക്കെ, മാർക്കറ്റ് പോലുള്ള ഇടങ്ങളിലുമൊക്കെ തീപിടുത്തത്തിനുള്ള സാധ്യതയുള്ളതിനാൽ ഫയർ ഓഡിറ്റ് നടത്തി അതിൻ്റെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ചെറിയ മഴ അവിടെ ഇവിടെ പെയ്യുന്നുണ്ടെന്നല്ലാതെ വ്യാപകമായൊരു വേനൽ മഴയെ കുറിച്ച് പ്രവചനമുണ്ടോ? ഇല്ല ഹാഷ്മി, അങ്ങനെ വ്യാപകമായി മഴയ്ക്കുള്ള പ്രവചനം ഈ ഘട്ടത്തിലൊന്നുമില്ല. സത്യത്തിൽ വേനലിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ചില ജില്ലകളിൽ അത്തരത്തിൽ ഒറ്റപ്പെട്ട വേനൽ മഴ ഉണ്ടാകും. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട ചെറിയ വേനൽ മഴയ്ക്ക്, അതൊരു ചാറ്റൽ മാത്രമായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അങ്ങനെ നേരിയ വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ പ്രവചനം ഉണ്ടെങ്കിൽ പോലും എവിടെയും വേനൽ മഴ ലഭിച്ചതായി വിവരമില്ല. എന്താണെങ്കിലും വേനൽ മഴയ്ക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കേണ്ടി വരും ഈ സമയത്തെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേനൽ ചൂട് അത് കാഠിന്യത്തിലേക്ക് 39 ഡിഗ്രി സെൽഷ്യസ് 40 അങ്ങനെ മുന്നോട്ടൊക്കെ തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ആ ചൂട് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ സൂക്ഷിക്കുക, കുറേയധികം വെള്ളം കുടിക്കുക, പരമാവധി ഈ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുമെങ്കിൽ വീട്ടിൽ തന്നെയോ എവിടെയെങ്കിലുമൊക്കെ സേഫായിരിക്കുക.